തനിക്ക് കുട്ടികളുണ്ടാകില്ലെന്ന് മനസ്സിലായ സ്ത്രീയാണെങ്കിൽ തൻ്റെ കൂട്ടുകാരിയെ വിളിച്ച് ഭർത്താവുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി നിർബന്ധിക്കുന്നു. എന്നാൽ താൻ വിളിച്ച കൂട്ടുകാരി ഇത്രയും കാലം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് അവൾ അന്വേഷിക്കുന്നില്ലായിരുന്നു. പിന്നീട് എന്തൊക്കെയാവും സംഭവിച്ചിട്ടുണ്ടാകുക? അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 റിലീസ് ചെയ്ത കഹാലിലി എന്ന് പറഞ്ഞ സിനിമയാണ്. ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ സ്റ്റോറി തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർത്ത എന്ന് പറഞ്ഞൊരു പെണ്ണിൽ നിന്നാണ്. അവളാണെങ്കിൽ ഒരു ഓട്ടോയിൽ ഇറങ്ങി ആരെയൊക്കെ കാണാനുള്ള ഉദ്ദേശത്തിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അവൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ആ ബംഗ്ലാവിൻ്റെ ഓണറായിട്ടുള്ള ഇസബലാണെങ്കിൽ ഗേറ്റും തുറന്ന് ഭയങ്കര ഹാപ്പിയോട് കൂടി മാർത്തേനെ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കയറ്റും. അത് കാണുമ്പോഴത്തേക്കിനും നമുക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസബലാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് മാർത്തയുമായി കാണാൻ വെയിറ്റ് ചെയ്യുന്ന പോലായിരുന്നു. പക്ഷെ മാർത്തയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ട് തോന്നും, പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചതിലൊക്കെ. അതിനുശേഷം ഇസബലും അവളും കൂടെ ആ ബംഗ്ലാവിൻ്റെ അകത്തേക്ക് പോകും. അങ്ങനെ നമുക്ക് മനസ്സിലാവും മാർത്തയാണെങ്കിൽ ഇവിടെ ഒരു വർക്കിന് വേണ്ടി വന്നേക്കുന്ന അന്ന് ആ വീട്ടിലാണെങ്കിൽ ഇസബലും അവളുടെ ഭർത്താവായിട്ടുള്ള റോഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇസബലാണെങ്കിൽ മാർത്ത വന്നത് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അങ്ങനെ റൂമൊക്കെ കാണിച്ചു കൊടുക്കും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനും ഇസബലാണെങ്കിൽ മാർത്തയ്ക്ക് അവളുടെ പെറ്റുകളെ കാണിച്ചു കൊടുക്കും. അങ്ങനെ അവരാണെങ്കിൽ ആ പെറ്റിന് ഭക്ഷണമെല്ലാം കൊടുത്ത ശേഷം രണ്ടാമത് വേസ്റ്റെല്ലാം ക്ലീനൊക്കെ ചെയ്യും. പക്ഷേ മാർത്തയ്ക്കാണെങ്കിൽ ഇങ്ങനെ മൃഗങ്ങളുടെ വേസ്റ്റൊക്കെ കോരുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ഡിന്നർ കഴിക്കാൻ നേരത്താണ് റോഡാണെങ്കിൽ മാർത്തയോട് ചോദിക്കുന്നത് അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന്. മാർത്ത ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ എന്തൊക്കെയോ സന്തോഷം തോന്നും. അതിനുശേഷം അവനാണെങ്കിൽ നൈസായിട്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കും. ഇസബലാണെങ്കിൽ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും ഇസബലാണെങ്കിൽ റോഡിൻ്റെ കൈയാണെങ്കിൽ ബെഡിലേക്ക് കെട്ടിയിടും. എന്നിട്ട് അവനോട് പറയും ഇന്നാണെങ്കിൽ അവനുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമില്ലെന്ന്. അങ്ങനെ അവനാണെങ്കിൽ വിഷമിക്കും. അന്നേരമാണ് ഇസബൽ ഓർക്കുന്നത് ഇവനാണെങ്കിൽ മാർത്തയെപ്പറ്റി അങ്ങ് ഓർത്താലെന്ന് ഓർത്ത് ഞാൻ തൽക്കാലം ദേഷ്യത്തോടു കൂടി അവനുമായിട്ട് അങ്ങ് ബന്ധപ്പെടും. ഈ പിറ്റേ ദിവസം ഇസബലാണെങ്കിൽ ഇവരാണെങ്കിൽ ഒരു വേലക്കാരിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം വന്നോ നോക്കും. പക്ഷെ അതെല്ലാം റിജക്റ്റ് ആക്കും. അന്നേരമാണ് റോഡ് പറയുന്നത് മാർത്ത ഇവിടെ ഉള്ള, അങ്ങനെയാണെങ്കിൽ മാർത്തേനെ ഇവിടെ വേലക്കാരിയാക്കി നിർത്തിക്കൂടെയെന്ന്. ഇതേ സമയത്ത് മാർത്തയ്ക്കാണെങ്കിൽ ഒറ്റപ്പെടലിൽ തോന്നിട്ട് സ്വന്തമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവരാണെങ്കിൽ കറക്റ്റ് തീരുമാനമൊന്നും എടുക്കത്തില്ല. ഇതേ സമയത്താണ് ഇവരുടെ ഒരു പെറ്റാണെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതും. പക്ഷേ അതാണെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകും. ഇത് കാണുമ്പോൾ ഇസബലിന് ഭയങ്കര വലിയ സങ്കടം വരും. അവളാണെങ്കിൽ മാർത്ത കാരണം ഇതെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും. പിന്നീടാണ് നമ്മളെ കാണിക്കുന്നത് ഇതിനു മുമ്പ് ഇസബലിനാണെങ്കിൽ 2 കുട്ടികളെ നഷ്ടപ്പെട്ടായിരുന്നെന്ന്. അങ്ങനെ പിറ്റേ ദിവസം അവളാണെങ്കിൽ ചെന്ന് മാർത്തയോട് മാപ്പൊക്കെ ചോദിക്കുക. എന്നിട്ട് പറയും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞാന്നും ഇവൾക്കാണെങ്കിൽ 2 കുഞ്ഞുങ്ങളെ ഇതുപോലെ ഗർഭസമയത്ത് തന്നെ നഷ്ടപ്പെട്ടു പോയായിരുന്നെന്നും ഒക്കെ. അത് കഴിഞ്ഞ് ഇവിടെ മാർത്തയോട് ഒരു അപേക്ഷ വെക്കും. അവളോട് ചോദിക്കും ഇവർക്കൊരു കൊച്ചു വേണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് ഇപ്പോൾ ആഗ്രഹം സാധിച്ചു തരാമോ എന്ന് റോഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേനും മാർത്ത ഞെട്ടിപ്പോവും. ഭർത്താവിൻ്റെ കൂടെ ബന്ധപ്പെടാൻ ഭാര്യനെ നിർബന്ധിക്കുന്നതെന്ന് ചോദിച്ച് അവൾ എന്ത് ചെയ്യണം അറിയിരിക്കുമ്പോഴത്തേക്കിനും ഇവരാണെങ്കിൽ പൈസ ഓഫർ ചെയ്യുന്നത്. അതാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അത് കാണുമ്പോഴത്തേക്കിനും മാർത്തയ്ക്ക് എന്നാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലോ എന്ന് ഓർക്കും. അങ്ങനെ ഇസബലാണെങ്കിൽ അവളെയും കൂട്ടി ഒരു അമ്പലത്തിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് മാർത്തയ്ക്കാണെങ്കിൽ പെട്ടെന്നൊരു വിഷം പോലെ ഉണ്ടാകുന്നത്. ഇസബലാണെങ്കിൽ തിളങ്ങുന്ന കണ്ണുമായിട്ടിരുന്ന് മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് അത് അവൾക്ക് തോന്നിയതായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കിനും മാർത്തയാണെങ്കിൽ ഈ പൈസയൊക്കെ കാണും. പിന്നീട് നേരെ ബാറിലേക്ക് പോയി കുറേ ഡ്രിങ്ക്സൊക്കെ മേടിച്ച് അടിച്ച് കഴിയുമ്പോഴത്തേക്കിനും അവളുടെ ഫ്രണ്ട്സിനോട് അവൾ ഈ കാര്യം പറയും. അങ്ങനെ ആ ഫ്രണ്ട്സും അതിന് സമ്മതിക്കും. ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയും പൈസ കിട്ടുന്നല്ലേ എന്ന് പറയും. അങ്ങനെ മാർത്തയാണെങ്കിൽ അതെല്ലാം സമ്മതിച്ച ശേഷം നേരെ പോയി റോഡുമായിട്ട് ബന്ധപ്പെടും. പിന്നീടാണ് മാർത്തയുടെ ബോയ് ഫ്രണ്ടായിട്ടുള്ള കാർലോ വിളിക്കുന്നത്. അങ്ങനെ അവളാണെങ്കിൽ പോയി കാർലോനെ കാണും. എന്നിട്ട് അവനുമായിട്ടും ബന്ധപ്പെടും. അത് കഴിഞ്ഞ് പിന്നീട് റോഡാണെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി വരും. അതിനുശേഷമാണ് പറയുന്നത് അവന് ശരിക്കും ഇവളോടൊക്കെ ഇപ്പോൾ ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞ് പിന്നെ ഇവനുമായിട്ടും ബന്ധപ്പെടും. അങ്ങനെ മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കിനും മാർത്തയാണെങ്കിൽ പ്രഗ്നൻ്റ് ആകും. അതാണെങ്കിൽ ഇസബലിനോട് പറയും. അങ്ങനെ ഇസബലിന് റോഡ് സന്തോഷമാകും. പക്ഷേ പിന്നീട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണെങ്കിൽ അവളെ മൃഗത്തെ പോലെ അതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മാർത്തയ്ക്കാണെങ്കിൽ പകുതി അവൾ പേടിയായി പോകും മരിക്കുമോ എന്നൊക്കെ. പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസബലിനും റോഡും കൂടെ ഒരു ന്യൂസ് റിപ്പോർട്ട് കാണുന്നതായിരുന്നു. അതാണെങ്കിൽ ഒരു മർഡറിനെ പറ്റിയുള്ളതായിരുന്നു. അപ്പോഴാണ് നമ്മളെ മാർത്തയുടെ പാസ്റ്റ് കാണിക്കുന്നത്. അവളും കാർലോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സൊക്കെ അടിച്ച് അവളുടെ പെങ്ങളുടെ വീട്ടിലായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. ഒരു സമയമാകുമ്പോഴത്തേക്കിനും അവളുടെ പെങ്ങളാണെങ്കിലും കാർലോനെ എടുത്ത് വെളിയിലേക്ക് ചവിട്ടിയേറി. ഇതാണെങ്കിൽ വലിയൊരു അടിപിടിക്ക് കാരണമാവും. കാർലോ ആണെങ്കിൽ തിരിച്ചു വന്ന ശേഷം മാർത്തയുടെ പെങ്ങളെ ആണെങ്കിൽ കൊല്ലും. അങ്ങനെ കൊന്ന ശേഷമാണ് അവർക്ക് അബദ്ധം പറ്റുന്നതും അവിടെ നിന്നാണെങ്കിൽ ബോഡി ഡിസ്പോസ് ചെയ്ത് ഒളിപ്പിച്ച ശേഷം അവർ രക്ഷപ്പെട്ട് ഓടുന്നതും. അതിനെപ്പറ്റിയായിരുന്നു അന്ന് ആ ന്യൂസ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ആ മർഡർ കഴിഞ്ഞ ശേഷമാണ് മാർത്തയ്ക്ക് മനസ്സിലാകുന്നത് ഇവരാണെങ്കിൽ ആ ഡ്രഗ്സ് ഡീൽ ചെയ്ത ഗാങ്സ്റ്റർ ആണെങ്കിൽ ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇവർ രണ്ടിനെ കൊല്ലാൻ വരുന്നുണ്ടെന്ന്. അങ്ങനെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എസ്കേപ്പ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കിനുമാണ് അവിടെയാണെങ്കിൽ അവളുടെ സിസ്റ്റർ അറേഞ്ച് ചെയ്ത ജോലിയെപ്പറ്റിയുള്ള ഒരു പേപ്പർ കാണുന്നത്. അങ്ങനെയാണ് അവൾ ആ സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വന്നത്. പിന്നീട് ആ ന്യൂസ് കാണിക്കും രണ്ടാമത്തെ ആ ബോഡി ആണെങ്കിൽ മാർത്തയുടെ സിസ്റ്ററെ അന്ന് കണ്ടെത്തിയെന്നും പോലീസാണെങ്കിൽ മാർത്തേനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്നും.
ഇതൊക്കെ മനസ്സിലാകുന്ന റോഡാണെങ്കിൽ ഉടനെ തന്നെ പോലീസിനെ വിളിക്കാൻ വേണ്ടി തുടങ്ങും. പക്ഷെ അന്നേരമാണ് ഇസബലാണെങ്കിൽ അവനെ തടയുന്നത്. കാരണം എന്ന് വെച്ചാൽ മാർത്തയുടെ വയറ്റിൽ ഇവരുടെ കുഞ്ഞ് കിടപ്പുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ അവളെ ആണെങ്കിൽ ആ ബംഗ്ലാവ് ലോക്ക് ചെയ്ത് വെക്കും, അവൾ എസ്കേപ്പ് ആകാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇടയ്ക്ക് മാർത്തയാണെങ്കിൽ അവളെ രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടി നോക്കും. അന്നേരമാണ് അവർ രണ്ടും കൂടെ അവളെ പിടിച്ച ശേഷം അവളെ ക്രൈമിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത്. പേടിച്ചു പോയ മാർത്തയാണെങ്കിൽ കത്തിവെച്ച് അവരെ രണ്ടുപേരും കൊല്ലും. അങ്ങനെ സിനിമയുടെ ഏറ്റവും അവസാനമെങ്കിൽ മാർത്തയാണെങ്കിൽ ഒറ്റപ്പെട്ട് കഷ്ടപ്പെട്ട് റോഡിൽ കൂടെ നടന്ന് എങ്ങനെയോ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ ചെന്ന് ആ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഈ സിനിമയോട് അവസാനിക്കും.